ഹരേ കൃഷ്ണ. കഴിഞ്ഞ വർഷം ഒരു കുംഭമേള നടന്നു അല്ലേ, നോർത്ത് ഇന്ത്യയിൽ. നമ്മളൊക്കെ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നും പങ്കാളിയാവണമെന്ന്. പക്ഷെ നമുക്കൊക്കെ എത്തിപ്പെടാൻ അതിലും ദൂരെയായിരുന്നു അത്. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് നമ്മുടെ കേരളത്തില് കുംഭമേള വരികയാണ്. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം. ഏറ്റവും മികച്ചതിനെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യമാണ് ഹിന്ദുത്വം. ആ ഹിന്ദുധർമ്മത്തിന്റെ ശക്തി പ്രകടനമാണ് കുംഭമേളകൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒരുപാട് അഭിമാനിക്കേണ്ടതാണ്. യുഗങ്ങളായി പരമസത്യത്തിന്റെ അമൃതധാരയൊഴുക്കിക്കൊണ്ട് നമ്മുടെ പുണ്യഭൂമിയിലൂടെ ഒഴുകുന്ന പൂർണ്ണാനുഗ്രഹ ദായിനികളായ നദികളുടെ തീർത്ഥക്ഷേത്രങ്ങളിൽ നടക്കുന്ന ജ്ഞാന സംഗമം. വ്യാഴത്തിന്റെ രാശി അനുസരിച്ചാണ് കുംഭമേളയുടെ സമയവും വരുന്നത്. വ്യാഴം ഇടവരാശിയിലേക്ക് പ്രവേശിക്കുന്ന മാഘമാസത്തിലാണ് പ്രയാഗ്രാജ് കുംഭമേള നടക്കുന്നത്. മേട രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഹരിദ്വാർ കുംഭമേള നടക്കുന്നത്. ആ മാഘമാസത്തിലെ മഹാ ഉത്സവം തന്നെയായിരുന്നു മാമാങ്കം അഥവാ മഹാമഘം. ആദ്യകാലങ്ങളിൽ കുംഭമേളയുടെ അതേ രീതിയിൽ ആധ്യാത്മിക ജ്ഞാന വിജ്ഞാന ശാഖകളുടെ ഒരു സമ്മേളനമായിരുന്നു മഹാമാഘ ഉത്സവം. പ്രകൃതി അനുഗ്രഹിച്ച സമയങ്ങളിൽ പ്രത്യേക തീർത്ഥക്ഷേത്രങ്ങളിൽ ഒരു വലിയ ആധ്യാത്മിക ശക്തി നമ്മളിലൂടെ കടന്നു പോകുകയാണ്. അത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനും രാഷ്ട്രത്തെ ശ്രേഷ്ഠമാക്കുന്നതിനും വലിയ അനുഗ്രഹം നൽകുന്നു. മഹാമഘ ഉത്സവം പിന്നീട് ചോരക്കുരുതികളുടെയും പരസ്പര വൈരത്തിന്റെയും നിലപാട് തറകളായി അധപ്പതിച്ചതാണ് ഈ കേരള ഭൂമിയിൽ ധർമ്മക്ഷയത്തിന്റെയും വീര്യക്ഷയത്തിന്റെയും പ്രധാന കാരണമായത്. ഭാരതവർഷത്തെ ഒരു വ്യക്തിയായി കാണുകയാണെങ്കിൽ ഭാരതത്തിന് ഒരു മൂലാധാരമായി വരുന്നത് കേരളമാണ്. കാശ്മീരം സഹസ്രാരമായും വരുന്നു. കേരളത്തിൽ, അതായത് മൂലാധാര ചക്രത്തിൽ ഒരു ചലനമുണ്ടാവുകയാണെങ്കിൽ അത് ഭാരതത്തിൽ മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു ചലനമായി വരുന്നു. അതുകൊണ്ട് ഈ വർഷം മുതൽ നാവാമുകുന്ദന്റെ നിളാതീരത്ത് പഴയകാലത്തെ മഹാമഘ ഉത്സവം കേരളത്തിലെ കുംഭമേളയായി പഴയ രീതിയിൽ തന്നെ പുനഃസംഘടിപ്പിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നു. ഭാരതത്തിലെ വിവിധ സന്യാസി പരമ്പരകളുടെയും അനുഗ്രഹം ആശീർവാദവും നമുക്കുണ്ട്. നമ്മുടെ ഭാരതത്തെ നിലനിർത്താൻ ഹിമാലയത്തിൽ തപസ്സിരിക്കുന്ന ഒരുപാട് ഋഷിവര്യന്മാരുടെ അതുപോലെ സന്യാസി പരമ്പരകളുടെ ഒരുപാട് അനുഗ്രഹം കൂടിയുണ്ട്. സപ്ത നദികളും മാഘമാസത്തിൽ സാന്നിധ്യം ചെയ്യുന്ന ഭാരതത്തിന്റെ പേരിലുള്ള ഏക നദിയാണ് ഭാരതപ്പുഴ. അത് ഉദ്ഭവിക്കുന്നതോ ത്രിമൂർത്തിഗിരിയിൽ നിന്നും. ഗുരു ദത്താത്രേയന്റെ ജന്മഭൂമിയാണ് ഈ ത്രിമൂർത്തിഗിരി. അത്രി അനസൂയ മഹർഷിമാരുടെ തപോഭൂമിയാണ് അവിടം. അവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉദ്ഭവിക്കുന്നത്. അവിടെ നിന്ന് തിരുനാവായിലെ ഒരു ഭാഗത്ത് നാവാമുകുന്ദന്റെ ക്ഷേത്രവും മറുവശത്തെ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും ചേർന്ന് ഒരു ത്രികോണാകൃതിയിലുള്ള മേരുവിന്റെ രൂപം കൈവരുന്നു. അതിന്റെ മധ്യഭാഗത്ത് ഭാരതപ്പുഴയുടെ ഒത്ത നടുക്ക് ബിന്ദുവായി രാജരാജേശ്വരിയുമുണ്ട്. ആ സങ്കല്പത്തിൽ വലിയൊരു ശ്രീചക്രം രഥയാത്രയായി ത്രിമൂർത്തിഗിരിയിൽ നിന്ന് പുറപ്പെട്ട് തിരുനാവായിൽ എത്തിച്ചേരുന്നു. ആ ശ്രീചക്ര നാവാവരണ പൂജയോട് കൂടിയാണ് അർച്ചന സമാപിക്കുന്നത്. പിന്നെ മകം നക്ഷത്രത്തിനകത്ത് എല്ലാ സന്യാസിമാരും ചേർന്ന് യതിപൂജയും സ്നാനവും നടത്തുന്നു. 2026 ജനുവരി 18 തൊട്ട് ഫെബ്രുവരി 3 വരെയാണ് ഈ മാഘമാസ മഹോത്സവം നടക്കുന്നത്. ജനുവരി 14 മകരസംക്രാന്തി കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ചടങ്ങുകൾ തുടങ്ങുന്നു. ഭാരതത്തിന്റെ മൂലാധാര ചക്രമാകുന്ന കേരളത്തിൽ നിന്ന് ഈ പുണ്യഭൂമിയുടെ ആധ്യാത്മിക ശക്തി ഉയർന്ന് സഹസ്രാര പത്മത്തിലെത്തി അമൃതാനന്ദത്തിന്റെ പരമകോടിയിലേക്ക് രാഷ്ട്രം എത്തിപ്പെടട്ടെ. കർമ്മബീജം വരട്ടിക്കളഞ്ഞു ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമല്ലാതെ മറ്റൊരു ദേശവും പാരിലില്ല എന്നാണ് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുള്ളത്. സകല ജനങ്ങളെയും സത്യാനുഭവത്തിന്റെ ആധ്യാത്മിക ഉന്നതിയിലേക്ക് നയിക്കാൻ വിശ്വഗുരുവായി ഈ ദേശം ഉണർന്നെഴുന്നേൽക്കട്ടെ. നമുക്കും അതിലൊരു ഭാഗമാകാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.